SSIയിലെ അഴിമതിയെക്കുറിച്ച് കേന്ദ്ര ഏജൻസി അന്വേഷണം നടത്തുക, SSI നടത്തിപ്പിലെ ധൂർത്തും കെടുകാര്യസ്ഥതയും അവസാനിപ്പിക്കുക, SSIയിലെ എല്ലാ ആനുകൂല്യങ്ങളും എയ്ഡഡ് സ്കൂളുകളിലെ കുട്ടികൾക്കായി ലഭ്യമാക്കുക, അക്കാദമിക രംഗത്തെ ഇടപെടൽ കാര്യക്ഷമമാക്കുക, RMSA പ്രവർത്തനം കാര്യക്ഷമമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേരള സ്റ്റേറ്റ് ടീച്ചേഴ്സ് അസോസിയേഷൻ SSI ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. KG ഗീതുകുമാരി, TV പ്രഭാകരൻ തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി. ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P ജനാർദ്ദനൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. അധ്യാപകൻ ക്ലാസിൽ എങ്ങനെയാണ് കുട്ടികളുമായി ഇടപഴകേണ്ടത് എന്നതുൾപ്പെടെയുള്ള കാര്യത്തിനകത്ത് ഒരുപക്ഷെ അധ്യാപകരുടെ ട്രെയിനിങ്ങിന്റെ സമയത്ത് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. പക്ഷേ പുതിയ കാലഘട്ടത്തിലെ പുതിയ മാറ്റങ്ങളെ എങ്ങനെയാണ് ഉൾക്കൊള്ളേണ്ടത്, അതെങ്ങനെയാണ് ഉൾക്കൊണ്ടുകൊണ്ട് ക്ലാസിൽ പ്രാവർത്തികമാക്കേണ്ടത് എന്നതുൾപ്പെടെയുള്ള പുതിയ കാര്യങ്ങൾ അധ്യാപകർക്ക് അതാത് അവസരത്തിൽ തന്നെ പരിശീലിപ്പിച്ചുകൊണ്ട് ഏറ്റവും നല്ല നിലയിൽ കുട്ടികളുമായിട്ട് ഇടപഴകിക്കൊണ്ട് ആ കുട്ടികളുടെ എല്ലാ വിധത്തിലുള്ള ശേഷിയെ പരമാവധി ഉയർത്തിക്കൊണ്ടുവന്ന് കുട്ടികളുടെ സഹായിയായി അധ്യാപകൻ മാറുന്ന പുതിയ കാലഘട്ടത്തിന്റെ പുതിയ കാഴ്ചപ്പാടിനെ അനുസരിച്ചുകൊണ്ടുള്ള മാറ്റങ്ങൾ വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാക്കിയെടുക്കാൻ ഇതിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞു. അതിനുതകുന്ന വിധത്തിലുള്ള പഠനം പരിശീലനങ്ങൾ ഇതിന്റെ ഭാഗമായിട്ട് നൽകാൻ വേണ്ടി കഴിഞ്ഞു. അതിന്റെയൊക്കെ ഭാഗമായിട്ട് അധ്യാപക വിദ്യാർത്ഥികളുടെ ബന്ധങ്ങളും അതുപോലെ തന്നെ അതിനകത്ത് ഏറ്റവും ശക്തമായിട്ടുള്ള PTA ഉൾപ്പെടെ ഓരോ സ്കൂൾ നിലവാരത്തിനകത്തും ശക്തമായി വരുന്നതിന്റെ ഭാഗമായിട്ട് നല്ല തോതിൽ വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞു. പവിത്രൻ അധ്യക്ഷനായിരുന്നു. KV ഗോവിന്ദൻ, K രാഘവൻ, P ശിവദാസ് തുടങ്ങിയവർ സംസാരിച്ചു.